ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് മിറാക്കിൾ ഗാർഡൻ കാണാൻ പോവുകയാണ്. ഇവിടെ നിന്നും ഏകദേശം 30 മിനിറ്റ് ദൂരമേ ഉള്ളൂ ഗാർഡനിലേക്ക്. ദുബായ് ലാൻഡ് ഡിസ്ട്രിക്റ്റിലാണ് മിറാക്കിൾ ഗാർഡൻ ഉള്ളത്. പോകുന്നതിനിടയിൽ ഞങ്ങൾ ഇങ്ങനെയൊരു കാഴ്ച കണ്ടു. ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഫ്ലവർ ഗാർഡൻ ആണ് ദുബായ് മിറാക്കിൾ ഗാർഡൻ. അതിനിടയിൽ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിന്റെ ബോർഡ് കണ്ടു. ഇതിനു മുന്നേ നമ്മൾ ഗ്ലോബൽ വില്ലേജിലും പോയിട്ടുണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ മിറാക്കിൾ ഗാർഡനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഗ്രീനറി ഒക്കെ കാണാൻ സാധിക്കും. ഗൈസ്, ആ കാണുന്നത് മിറാക്കിൾ ഗാർഡന്റെ മുകൾ ഭാഗമാണ്. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. വഴിയോരങ്ങളിലെല്ലാം ധാരാളം പൂക്കൾ കാണാൻ സാധിക്കും. ഇവിടെ ഏകദേശം 150 മില്യണിലധികം ഫ്ലവേഴ്സും പ്ലാന്റ്സും ഉണ്ടെന്നാണ് കണക്ക്. ഒക്ടോബർ ടു ഏപ്രിൽ ടൈമാണ് ഇത് ഓപ്പൺ ആവുക. ഏകദേശം 72,000 സ്ക്വയർ മീറ്റർ ഏരിയയിലാണ് ഇത് ഓക്യുപ്പൈ ചെയ്യുന്നത്. ഗൈസ്, അങ്ങനെ മിറാക്കിൾ ഗാർഡനിൽ എത്തിയിരിക്കുവാണ്. എൻട്രൻസിലൂടെ അകത്തേക്ക് കടന്നു. ഇനി ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് പോവാൻ. അങ്ങനെ ക്യൂ നിന്ന് ഞങ്ങളും ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്തേക്ക് കടന്നു. ഏകദേശം 200-ലധികം വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഇവിടെയുണ്ട്. ഈ ഫ്ലവർ ഗാർഡൻ ഫസ്റ്റ് ടൈം ഓപ്പൺ ആയത് 2013-ലാണ്. ഒരു വാലന്റൈൻസ് ഡേക്കാണ് ഇത് ഓപ്പൺ ചെയ്തത്. കയറി ചെല്ലുമ്പോൾ തന്നെ 2 കുതിരകളുടെ ശില്പമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെയും പലതരത്തിലുള്ള ശില്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദാ ഇവിടെ സിൻഡ്രല്ല ഷേപ്പിലുള്ള ധാരാളം ശില്പങ്ങളുണ്ട്. 3 ഗിന്നസ് വേൾഡ് റെക്കോർഡ്സും ഈ ഗാർഡന് ഇപ്പോൾ സ്വന്തമായിട്ടുണ്ട്. വേൾഡ്സ് ലാർജസ്റ്റ് വെർട്ടിക്കൽ ഗാർഡൻ എന്ന റെക്കോർഡ് ഇൻ 2013 തന്നെ മിറാക്കിൾ ഗാർഡന് കിട്ടിയിട്ടുണ്ട്. ഒരു എയർബസിൽ ഏകദേശം 5 lakhs-ലധികം ഫ്ലവേഴ്സും പ്ലാന്റ്സും വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇവിടെ ഉണ്ട്. അതിനാണ് 2ാമത്തെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഫ്ലവർ വോൾ എന്നതാണ് 3ാമത്തെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഇത് ഏകദേശം 1 കിലോമീറ്റർ നീളവും 22 ദശലക്ഷം പൂക്കളാൽ അലങ്കരിച്ചിരിക്കുന്നതുമാണ്. ഈ ഗാർഡന്റെ ഉള്ളിലെ എല്ലാം തന്നെ പൂക്കളാൽ പൊതിഞ്ഞിരിക്കുവാണ്. ഏറ്റവും സന്തോഷകരമായ കാര്യം എന്തെന്നാൽ എത്രയൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും ഒരാൾ പോലും സ്വന്തം കൈ ഉപയോഗിച്ച് ഒരു പൂ പോലും പറിക്കാൻ ശ്രമിക്കുന്നില്ല എന്നതാണ്. എല്ലാവരും അതിൻ്റെ ഭംഗിയെ മാത്രം ആസ്വദിക്കുന്നു. ദാ ഇവിടെ ഇങ്ങനെ കുറേ വീടുകളുമുണ്ട്. അതും ചെടികളാലും പൂക്കളാലും സമ്പന്നമാണ്. വളരെ ഭംഗിയുള്ള വീടുകൾ. ദാ അവിടെ ഒരു മയിലുണ്ട്. ആ മയിലിന്റെ പീലികളും പൂക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഗാർഡൻ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് വർക്ക് ചെയ്യുക. വീക്കെൻഡിലും മറ്റ് ഹോളിഡേയ്സിലും രാവിലെ 9 മുതൽ രാത്രി 11 വരെയും തുറന്നിരിക്കും. ഡെയിലി ഏകദേശം 7 ലക്ഷം ലിറ്ററിലധികം വെള്ളം ഈ ഗാർഡൻ നനയ്ക്കുന്നതിന് ആവശ്യമാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയിലൂടെ സംസ്കരിച്ച മലിനജലം പുനരുപയോഗിച്ചാണ് പൂക്കൾ പരിപാലിക്കുന്നത്. ഗൈസ്, പൂക്കളാൽ ചുറ്റപ്പെട്ട ഇതിലൂടെയുള്ള ഈ നടപ്പ് നല്ല രസമാണ്. ഞാൻ അവിടെ കണ്ട ഒരു ചെയറിൽ പോയി കുറച്ചു നേരം ഇരുന്നു.
കുറച്ച് കഴിഞ്ഞപ്പോൾ ദാ ഇങ്ങനെയൊന്ന് കണ്ടു. അതിനൊരു ക്ലോക്കിൻ്റെ ഷേപ്പാണ്, അതും ഫുൾ ഓഫ് ഫ്ലവേഴ്സാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരാളെ കണ്ടത്. ദാ ഒരു പരുന്ത്. അതിനുശേഷം അവിടെ കണ്ട ഒരു സ്റ്റെപ്പിലൂടെ ഞാൻ മുകളിലോട്ട് കയറി. അവിടുത്തെ കാഴ്ച ദാ ഇതായിരുന്നു. ഇവിടെ നിന്നും നോക്കിയാൽ മിറാക്കിൾ ഗാർഡന്റെ ഓവറോൾ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ആനക്കുട്ടിയുടെ ശില്പവുമുണ്ട്. ഇതാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിന് കാരണമായ ആ സ്ട്രക്ചർ. അവിടെ നിന്നും ഞാൻ പിന്നെയും മുകളിലോട്ട് കയറി. കുറച്ചുകൂടി ഉയരത്തിൽ നിന്നുള്ള ഒരു വ്യൂ ഇവിടെ നിന്നും നമുക്ക് കിട്ടും. ഇവിടം ഒരു ഫുഡ് കോർട്ട് കൂടിയാണ്. ചായയും സ്നാക്സും ഒക്കെ ഇവിടുന്ന് കിട്ടും. ആൻഡ് ദിസ് ഈസ് ദ വ്യൂ. ഈ മരുഭൂമിയിൽ എവിടെ നിന്നാണ് ഇത്രയധികം വെള്ളം കിട്ടുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. ബട്ട് പിന്നീടാണ് മനസ്സിലായത്, നഗരത്തിലെ മലിനജലം യൂസ് ചെയ്തിട്ട് അത് വീണ്ടും വീണ്ടും ഫിൽട്ടർ ചെയ്യുകയും പൂന്തോട്ടത്തിലെ ഉപയോഗത്തിനായി ഉയർന്ന നിലവാരമുള്ള വെള്ളമാക്കി മാറ്റുകയും ചെയ്യുന്നു. രാത്രിയിൽ പൂന്തോട്ടം അടച്ചതിനു ശേഷം മാത്രമേ അവർ നനയ്ക്കത്തുള്ളൂ. ഇവിടെ നിന്നും താഴോട്ട് ഇറങ്ങുമ്പോൾ ആ ക്ലോക്ക് വീണ്ടും കാണാം. പൂക്കളാൽ നിർമ്മിക്കപ്പെട്ട ഒരു മായാജാലം തന്നെയാണ് ഈ മിറാക്കിൾ ഗാർഡൻ. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഇരിപ്പിടങ്ങളും ഇവിടുണ്ട്. ഞങ്ങളും അതിലൊന്നിൽ പോയിരുന്നു. ഇവിടെ ഇരുന്നിട്ട് പുറത്തോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ച ദാ ഇതാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ ഉടമയായ ഈ സ്ട്രക്ചർ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ. ഇത് ഫുൾ അംബ്രല്ലാസ് ആണ്. വിവിധ കളേഴ്സ് അംബ്രല്ലാസ് യൂസ് ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. പിന്നീട് കുറെ ഗെയിമിംഗ് സെക്ഷനുകളാണ് ഞാൻ കണ്ടത്. ഈ ഗെയിം ജയിച്ചാൽ ഒരു ഐഫോൺ 17 Pro സ്വന്തമാക്കാം. പല തരത്തിലുള്ള ഗെയിമുകൾ ഇവിടെ ഉണ്ട്. അതിൽ വിജയിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ തന്നെ കാണുന്ന ഈ പാവകളൊക്കെ തന്നെയാണ്. അതിനുശേഷം ചെറിയ ഒരു വാട്ടർ ഫൗണ്ടന്റെ അടുത്തേക്കാണ് എത്തിയത്. വിശപ്പിന്റെ വിളി വന്നു തുടങ്ങി. സോ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ധാരാളം ഫുഡ് കോർട്ടുകളുണ്ട്. ബട്ട് റേറ്റ് നമുക്ക് താങ്ങാവുന്നതിലും അധികമാണ്. അങ്ങനെ നടക്കുന്നതിനിടയിലാണ് മനോഹരമായ ഈ കാഴ്ച കാണുന്നത്. ഒരു ചായപാത്രത്തിൽ നിന്നും കപ്പുകളിലേക്ക് ചായ ഒഴിക്കുന്നത് പോലെയുള്ള ഒരു സ്ട്രക്ചർ. ബട്ട് ചായയ്ക്ക് പകരം ഫ്ലവേഴ്സ് ആണെന്ന് മാത്രം. അവിടുന്ന് തിരിഞ്ഞപ്പോൾ ഇതും കണ്ടു. ദ ഫ്ലവേഴ്സ് ഓഫ് ഹാർട്ട് ഷേപ്പ്. ഇവിടെ നിന്ന് ധാരാളം പേർ പിക്ചേഴ്സ് എടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പിക്ചേഴ്സ് എടുത്തു കൊടുക്കുന്നതിന് പ്രത്യേക റേറ്റാണ്. അത് വേണ്ടവർക്ക് ഇവിടെ വന്ന് നിൽക്കാം. വിശന്ന് ഞങ്ങൾ എത്തിച്ചേർന്നത് ഒരു ഐസ്ക്രീം ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ്. വിശക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ഫുഡാണല്ലോ ഐസ്ക്രീം.
അങ്ങനെ ഞങ്ങളും ഒരു ഐസ്ക്രീമൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ചെയറിൽ പോയിരുന്ന് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. മോശം പറയരുതല്ലോ, നല്ല ടേസ്റ്റായിരുന്നു അതിന്. പിന്നെയും നടക്കുമ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന പല സ്ട്രക്ചറുകളും അവിടെ കാണാൻ സാധിക്കും. പല തരത്തിലുള്ള ആനകളുടെ ശില്പങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ആനക്കുട്ടികളെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. നമ്മുടെ എമിറേറ്റ്സ് വിമാനം ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ലങ്സിന്റെ ഷേപ്പിലുള്ള പൂക്കളുടെ ഒരു സ്ട്രക്ചർ, ബട്ടർഫ്ലൈയുടെ ഷേപ്പിലുള്ള മറ്റൊരു സ്ട്രക്ചർ, പിന്നെ പെൻഗിനുകളും ടെഡി ബെയറും എല്ലാം പൂക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. എന്തൊക്കെ അത്ഭുതങ്ങളാണ് അവർ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഞാൻ മിറാക്കിൾ ഗാർഡനിലൂടെ നടന്നു. ചെറിയ ചെറിയ ഈ കൂണുകളുടെ ഷേപ്പിലുള്ള കുഞ്ഞു കുഞ്ഞു വീടുകൾ കാണാൻ എന്തു ഭംഗിയാണല്ലേ. അതും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു വെച്ചിരിക്കുവാണ്. ഇവിടുത്തെ ചെയറുകൾക്ക് പോലും പ്രത്യേക ഭംഗിയാണ്. ഒരു ഇലയുടെ ഷേപ്പിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാം പ്രകൃതിയോട് ഇണങ്ങി ചെയ്തിരിക്കുന്ന പോലെ. ഒരു റിയൽ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടായിരുന്നു ഇതിന്. ഇതും ഇവിടെ ഉള്ള മറ്റൊരു സ്ട്രക്ചറാണ്. അതിനും ഫ്ലവേഴ്സിൻ്റെ പ്രസൻസാണ്. അങ്ങനെ മിറാക്കിൾ ഗാർഡനിലെ കാഴ്ചകളൊക്കെ മതിയാക്കി പുറത്തോട്ട് ഇറങ്ങുവാണ്. സൈഡ് വേ ഒക്കെ മനോഹരമാണ്. പൂക്കൾ കൊണ്ടും അംബ്രല്ല കൊണ്ടും അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. നമ്മൾ കയറിപ്പോയ എൻട്രൻസ് ആണത്. ധാരാളം ആൾക്കാർ ഇപ്പോഴും കടന്നു വരുന്നത് കാണാം. അങ്ങനെ മിറാക്കിൾ ഗാർഡനോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോവാണ് ഗൈസ്.